അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ടീക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ, ഒരു അൺഎഡിക്റ്റഡ് വ്ലോഗാണ്. അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു സീക്വൻസ് വാൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. അപ്പം നമ്മളിപ്പോൾ 2 മില്യൺ ആവാൻ പോവുകയാണ്. ആ ഒരു സന്തോഷവും കൂടി നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ഇതാണ് ടീക്കുട്ടിയുടെ സ്റ്റേജ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി, നമ്മുടെ ടീക്കുട്ടിയുടെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ഇതുവരെ ഒരു ഫംഗ്ഷന് നമ്മളങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ടീക്കുട്ടി ഇതാണ് നമ്മുടെ സ്റ്റേജ് കേട്ടോ. നമ്മുടെ തറവാടിൻ്റെ വീടിൻ്റെ ബാക്കിലാണ് നമ്മളത് ചെയ്തത്. ഇതാണ് ഇതിന്റെ റൂഫും കാര്യങ്ങളും ലൈറ്റ്നിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പൊ നമ്മുടെ ടീക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ടീക്കുട്ടി, അപ്പൊ ഇനി 2 ഫ്രണ്ട്സും കൂടി വരാനുണ്ട്. ഒരാൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇഷിത. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വേഷങ്ങൾ. നോക്കട്ടെ, എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടീക്കുട്ടിയുടെ ഡ്രസ്സ്. ഇങ്ങനെ ബാക്കിൽ ഒരു ടെയിൽ ഉണ്ട് കേട്ടോ. ആ ടെയിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ദേ ഇങ്ങനെ പോവും. ഇതിവിടെ മുഴുവൻ ക്ലീൻ ചെയ്യൽ ഉത്തരവാദിത്വം എടുത്തിരിക്കുകയാണ് നമ്മുടെ ടീക്കുട്ടി. റെഡി അല്ലേ ആതിര? നമ്മുടെ ആങ്കർ ആതിര റെഡി ആയിട്ടുണ്ട്. സൂര്യ വന്നിട്ടുണ്ട്. സൂര്യമാമൻ ഇതൊരു മാമനാണ്, അതായത് ഈ നിൽക്കുന്ന ആതിരയുടെ ഒരേ ഒരു അനിയനാണ് പ്രണവ്. ഹലോ ഗായ്സ്, അഡ്വക്കേറ്റ് പ്രണവ് മോഹൻദാസ്. സോ ഇതാണ് നമ്മുടെ സ്റ്റേജ്. അതേ അപ്പാപ്പനും അദ്യക്കുട്ടനും. സോ ഗായ്സ്, അപ്പം നമ്മുടെ സ്റ്റേജ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ബാക്കിലേക്ക് ആക്കിയിട്ട് പറ്റില്ല. പക്ഷെ അങ്ങനെ ഇരുത്താനാണോ? എന്നാ അപ്പാപ്പനെ ഇരുത്തി. ഓ മെല്ലെ. എന്നിട്ട് ആ ടെയില് താഴ്ത്തണം. ടെയില് താഴെ, ടെയില് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുമോ നോക്കിയേ. കാല് താഴ്ത്തി വെക്കടാ. ഓ അതെ, പനിയായിട്ടിരിക്കുകയാണ് നമ്മുടെ അദ്യക്കുട്ടന്. മരുന്ന് കൊടുത്തിട്ട് ഇപ്പൊ പോയതാട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് വന്നിട്ടുണ്ട്. ഇനി ആരോ ഒരാൾ മിസ്സിങ്. അമ്മു വരണം അല്ലേ? മമ്മി ആദി നാറ്റിക്കരുത് മകളെ. സുന്ദു. അതെ, അമ്മമ്മയും ചെറിയ മകളും. കൈ താഴ്ത്തട. അത് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജ് എനിക്ക് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. ഒരു 3 months ബിഫോർ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ സീക്വൻസ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടുമോ എന്നൊരു ഡൗട്ട് ആയിരുന്നു. പക്ഷെ അത് സംഗതി കിട്ടി. സോ ഹാപ്പി. ദാപ്പാപ്പനും അമ്മമ്മയും. സ്മൈൽ ടീക്കുട്ടി, സ്മൈൽ. ഹലോ, കേൾക്കുന്നുണ്ട്? സൗണ്ട് പറയടാ. ഹലോ ഗായ്സ്, പറയൂ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. കുട്ടി വൈകാതെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം. മറ്റേ ആദ്യക്കൂട്ടൻ അവിടെ ഉണ്ട്. ആദ്യക്കൂട്ടൻ ചിക്കു, ആദ്യക്കൂട്ടിന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ. അതിപ്പം ഏകദേശം ഞങ്ങളുടെ പനിയെല്ലാം മാറി. ഇപ്പൊ ചെറുതായിട്ട് ഞങ്ങളെല്ലാരും ബ്ലാക്ക് കോസ്റ്റ്യൂമാണ്. നോക്കട്ടെ ടീക്കുട്ടി നേരെ. അമ്മുക്കുട്ടി ഈ സൈഡ്. ഓക്കെ, ഫുൾ ഗേൾസ്. അത് പറയാട്ടോ. ചിരിച്ചെല്ലാരും 3, 2, 1. ഇല്ലടാ, പേടിയൊന്നുമില്ല. 3. പറയുമ്പോ അങ്ങോട്ടോ നോക്കണം. പോവാണ്. അപ്പൊ ഇതിനെ ഞാൻ ക്യാൻഡിലിലെ ലൈറ്റ് കത്തിക്കാൻ പോവാണ്. എല്ലാരും നോക്കുക.
പോട്ടെ ടിയ. മാമ അതികുട്ടനടുത്തത്. സൂപ്പർ. ആ പറയാ നീ ഇരുന്നാ വീഴും. അതെല്ലാവർക്കും കാണുമ്പോൾ അത് ഇരിക്കണം തോന്നുമ്പോ മാമയ്ക്ക് അടക്കം അതിൽ ഇരിക്കണം എന്നാണ് തോന്നുന്നത്. അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഇത് വെൽഡ് ചെയ്ത ചേട്ടന്മാരോട് ചോദിക്കാം. ഇതാണ് നമ്മുടെ സ്ക്രീനിന്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ട്. ഇത് ചാടണ്ട മതി. ആ ബലൂണാണ് കേട്ടോ അത്. ഇത്ര ഹൈറ്റിൽ വെക്കല്ലേ ടിയ? കുറച്ച് താഴ്ത്തിയേ. ആ ഇതൊക്കെ എടുത്തോളൂ കേട്ടോ ടിയ. ഒന്നല്ലേ ടിയ? സ്മൈൽ കുറച്ച് ഇങ്ങോട്ട് തിരിച്ചേ. ഇങ്ങോട്ടേക്ക് അതികുട്ട കുറച്ച് ഈ സൈഡിലേക്ക് പിടിക്കണ. ആ കുറച്ചടുത്തേക്ക്. ആ ബലൂണിലോട്ട് നോക്കിയേ. കുറച്ച് താഴ്ത്തും പൊക്കും ചെയ്തേടാ. ആ മെല്ലെ 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 കാണിക്കണ ടിയ. നമ്മുടെ പരിപാടി അല്പസമയത്തിനുള്ളിൽ നമുക്ക് തുടങ്ങാം. പ്ലീസ് മേക്ക് യുവർസെൽഫ് കംഫർട്ടബിൾ. താങ്ക് യു. കുട്ടിയുടെ കേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സീ കേക്ക്സ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ലാസ്റ്റ് ഇയർ ബർത്ത്ഡേ ആണെങ്കിലും ശരി എല്ലാം. ഒരു മിനിറ്റ് ടീ കുട്ടി പോകാൻ വരട്ടെടാ. ഡെക്കറേഷൻ ആവട്ടെ. കേക്ക് ദേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂണിക്കോൺ വേണമെന്ന് പറഞ്ഞു. എന്തിനാടാ കൈയൊക്കെ വിറയ്ക്കുന്നത്? കൈ വിറയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ തന്നെയാണ് കേട്ടോ. അയ്യോ എന്തൊക്കെ സംഭവങ്ങളാണ് നോക്കിയേ. എന്താവോ എന്തോ കേട്ടോ. ഒന്നും ചെയ്യാനില്ല, കഴിഞ്ഞു കഴിഞ്ഞു. കുട്ടിയുടെ മേമയാണ് ഇന്ന് ഈ കോമ്പാരിംഗ് ദൗത്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. സോ ലെറ്റ്സ് റോക്ക് ദ പാർട്ടി ടുഡേ. ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടി ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി സുശീല ആന്റിയെ ക്ഷണിക്കുന്നു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര. കയ്യടിയോടുകൂടി നമുക്ക് ഈ പരിപാടി തുടങ്ങാം. ആരാണെങ്കിലും ശരി, ഈ ചെറിയ നിമിഷങ്ങൾ, ഈ കിട്ടാൻ പോകുന്ന 1-2 മണിക്കൂർ നമുക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ബാക്കിയുള്ള എല്ലാം കൂടി കണക്റ്റഡ് ആണ്. അപ്പൊ അതിൽ മാക്സിമം എൻജോയ് ചെയ്യുക. മസ്റ്റുകളൊക്കെ നമ്മൾ എടുത്ത് ബാക്കി പുറകോട്ട് വെച്ച് ബാക്കിയുള്ള എല്ലാവരും പറ്റാവുന്നത്ര എൻജോയ് ചെയ്യുക. എല്ലാവരും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും ഈ കൂട്ടായ്മയ്ക്കും അല്ലെങ്കിൽ എല്ലാവരും വന്നു ചേർന്ന എല്ലാവർക്കും തീർത്താ തീരാത്ത, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് പറയുമെന്ന് എനിക്കറിയില്ല, ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹെർട്ട് അഗെയിൻ റിപ്പീറ്റിംഗ് താങ്ക്സ് ലോട്ട്. എനിവേ അടുത്ത പ്രോഗ്രാമിന്റെ അടുത്ത അജണ്ട ആയിട്ടുള്ള ഓരോ പ്രോഗ്രാമിലോട്ട് കടക്കുന്നു. അപ്പോൾ എനിവേ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ് ലോട്ട്. ആദ്യം തന്നെ ലാസ്റ്റ് ഇയർ നമുക്കൊന്ന് പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ലാസ്റ്റ് ഇയർ ടീയക്കുട്ടിയുടെ 9th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് 850K ആയിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് പറയുന്നത് 850K ആയിരുന്നു. എന്നാൽ ഇന്ന്
ടീയക്കുട്ടിയുടെ 10th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1.70 million സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്, which is nearing to 2 million within few months. ഈ സന്തോഷത്തിന് നമുക്കൊരു വലിയൊരു കൈയടിയോടുകൂടി ടീയക്കുട്ടിയുടെ ഈ അച്ചീവ്മെന്റ് നമുക്ക് എൻകറേജ് ചെയ്യാം. പ്ലീസ് give her a big round of applause. Thank you. നമുക്കിനി ബർത്ത്ഡേ ഗേളെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? വേണ്ടേ? ടീയക്കുട്ടി റെഡിയാണോ? കേരളത്തിൽ തന്നെ ആദ്യത്തെ കിഡ്സ് യൂട്യൂബർ ആണ് നമ്മുടെ ടീയക്കുട്ടി. അതായത് 10 വയസ്സിന് താഴെയുള്ള ആദ്യത്തെ 1 million സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു പുള്ളിയാണ് ഈ ടീയക്കുട്ടി. ഇതിന്റെ പേര് ഞങ്ങൾ 2-3 അവാർഡ്സ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലേ ടിയ? അല്ലേ? യെസ്. വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, പ്ലീസ് ആരെയും ടീയക്കുട്ടിനെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ സജിത് ഏട്ടന്റെ JJ ഈവന്റ്സ് ആണ്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക് യു. ഈ ഒരു സ്വിംഗും ആ ബാക്കിലുള്ള സീക്വൻസ് ഡ്രോപ്പിംഗ്സ് എല്ലാം ഓക്കെ മെല്ലെ മെല്ലെ സെറ്റായി. നമ്മുടെ ബർത്ത്ഡേകളാണ് ഊഞ്ഞാലിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേകളുടെ ഡ്രസ് പറയുകയാണെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ടിയനെ അലങ്കരിച്ച എലഗന്റ് ആയിട്ടുള്ള ഡ്രസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിഷാസ് ഡിസൈൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ കേക്ക് അല്ലെ, ഇതില് ബാർബിയുണ്ട്, ബട്ടർഫ്ലൈ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ സി കേക്ക്സ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ എവ്രിവൺ. സോ നമ്മുടെ സെലിബ്രേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വാക്കിനെ കുറെ നേരം അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് തന്നെ കിടക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ടീയക്കുട്ടിയുടെ അച്ഛൻ, അച്ഛമ്മ, അമ്മമ്മ, അപ്പാപ്പ, ടീയക്കുട്ടിയുടെ ഡാഡ, മമ്മ, അദ്വിക്കുട്ട, സുമേഷ് ഏട്ട, അനിത ചേച്ചി, പൂജ, തേജ, please come on to the stage. കേക്ക് കട്ട് ചെയ്യുന്ന മുന്നേ ഒരു ഫാമിലി ഫോട്ടോ ആയാലോ? റോഷൻ ഭായ് എങ്ങനെയാ? ഒന്ന് വേഗം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ ഓക്കെ, മ്യൂസിക് റെഡിയാണോ?